ഹായ്, നമ്മൾ കഴിഞ്ഞ 19-ാം തീയതി വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ CC പ്ലാന്റ്, അതായത് ഈ ചെടിയുടെ ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ CC പ്ലാന്റ് എന്ന് പറയുന്നത്. നല്ല ഇൻഡോർ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഇതിൻ്റെ പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വാട്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല കിടുക്കനായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 23 ലീഫുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലയായിരുന്നു നമ്മളിതിൻ്റെ വാട്ടർ പ്രൊപ്പഗേഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഈ ചെറിയ ചട്ടിയിലേക്ക് ആദ്യം വേര് പിടിപ്പിച്ച് ഇലകളെല്ലാം നമ്മൾ മാറ്റി നടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചട്ടിയെല്ലാം അതിനുള്ള എല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫിഡിൽ ഫിഗ് എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റിൻ്റെ ഇത് നമ്മൾ 3 ലീഫ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ചതാണ്. അത് നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 നടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടൈപ്പ് പോട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നടുന്നതിനുള്ള പോട്ടി മിക്സ് നമുക്ക് റെഡിയാക്കാം. ആദ്യം നമുക്ക് മണ്ണ്, അത് കുമ്മായിട്ട് നേരത്തെ ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണ്. കുറച്ച് മണൽ, അത് നമുക്കിവിടെ ചരൽ കിട്ടാനില്ലാത്ത, കുഴൽ മണൽ കിട്ടാത്തതുകൊണ്ടാണ് എംസാൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി. ഇത് നമ്മൾ പെർലൈറ്റാണ്. ചെടികൾക്ക് ഏറ്റവും നല്ല എയർ, ചട്ടിക്കകത്ത് നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ നല്ലൊരു സാധനമാണ് പെർലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ശകലം സൂപ്പർ മീല. ചെടികൾക്ക് അധികം നനവ് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ചകിരിച്ചോറ് ചേർക്കണമെന്നില്ല. പിന്നെ നമ്മുടെ ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രം ചേർക്കുന്നു. നമുക്ക് ഇത്രയും പോട്ട് നടാനുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോ ചട്ടിയിലോട്ട് നമുക്ക് നിറക്കാം. ഈ ചട്ടിയെല്ലാം നമ്മൾ ഹോളെല്ലാം ക്ലിയർ ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചട്ടിയിലെല്ലാം പോട്ടി മിക്സ് കൃത്യമായിട്ട് നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ചട്ടിയിലാണ് ഈ ലീഫ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വലിയ ചട്ടിയിൽ നമ്മൾ ഫിഡിൽ പിഗിൻ്റെ റബ്ബർ പ്ലാന്റിൻ്റെ 2 ലീഫ് നമുക്ക് വേര് പിടിച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തെല്ലാം നടാം. അപ്പോൾ ആദ്യം നമുക്കിത് നമുക്ക് ഇതിനകത്തുനിന്ന് പിടിച്ച്, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 50 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ വെള്ളത്തിൽ വെച്ചിട്ട് 50 അല്ല 48 ദിവസം കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇത് നമ്മുടെ കയ്യിലുള്ള വേറൊരു പ്ലാന്റാണ്. CC പ്ലാന്റ് അല്ല, ഇതൊരു നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. നല്ല വെരിഗേറ്റഡാണ്. ആ ചെടി അവിടെ ഇരിപ്പുണ്ട്, ഒന്ന് കാണിച്ചു കൊടുത്തരാ. അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട് ഈ ലീഫുള്ള ചെടി. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വെക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് വലിയ ചട്ടിയിലോട്ട് ഫിഡിൽ പിഗിൻ്റെ ലീഫ് എടുക്കാം. അതുമൊക്കെ നന്നായിട്ട് പേര് വന്നിട്ടുണ്ട്. ഇതിൽ നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ റബ്ബർ പ്ലാന്റ്. പിന്നെ ഇത് നമുക്ക് ഇത് വേറൊരു രസം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ ഈ നിൽക്കുന്ന നമ്മൾ ബോൺസായി ഉണ്ടാക്കാൻ വെച്ച ആലാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഇല ഇങ്ങനെ എങ്ങനെ കിളുക്കുമല്ലെന്ന് നോക്കാൻ വേണ്ടി ഞാനൊന്ന് വെറുതെ വെള്ളത്തിലിട്ട് നോക്കിയതാണ്. പക്ഷെ എല്ലാത്തേലും വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ലീഫും വേര് പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണം അത് പോയി. എല്ലാ ലീഫും നല്ല അടിപൊളിയായിട്ട് വേര് പിടിച്ചിട്ടുണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി വേറെ ചട്ടിലോട്ട് നടാം. അപ്പോൾ ആദ്യം നമുക്കിത് ഇതെല്ലാം ഞാനൊന്ന് കൃത്യമായിട്ട് നട്ടിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിപ്പം
ഉണ്ട്. ഇത് വേര് നന്നായിട്ട് വന്നിരിക്കുന്നുണ്ട്. വെറുതെ ആ പോട്ടി മിക്സിലോട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് താത്തി വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് താത്തി വെക്കണമെന്നില്ല, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കാണിക്കും ഒരുപാട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ നട്ടിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ ചട്ടിയിലും ലീഫ് നല്ല വൃത്തിയായിട്ട് നട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരുപാട് നനവ് ആവശ്യമില്ല. ഇതൊന്ന് ഒരാഴ്ച ഇതൊന്ന് വേര് മണ്ണുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വന്നവരെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം കുത്തി ഒഴിക്കണ്ട. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് മഴയുള്ള സമയത്ത് മഴയത്ത് വെക്കുകയും ചെയ്യരുത്. എവിടെയെങ്കിലും നല്ല ഒരാഴ്ചയെങ്കിലും ഒന്ന് തണലത്ത് വെക്കുക. തണലെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഷെയ്ഡ് അടിക്കാത്ത രീതിയിൽ, മഴവെള്ളം ഡയറക്റ്റ് വീഴാത്ത രീതിയിലും വെച്ച് സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചെടുക്കുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കുമ്പളം കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടത് ഇവിടം വരെ. ഇതൊന്ന് കാണിക്കാൻ നോക്കിയിട്ട് കാണിക്കാൻ പറ്റില്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക.